Good afternoon, all. Good Good afternoon, afternoon. ma'am. Good Good afternoon, ma'am. afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, Good ma'am. afternoon, ma'am. Good afternoon. How are you all? What are the things going on? All are good. Yes, ma'am. In the last session, where we stopped, anyone please remind me. In, on, and at we can right? And we discuss the exercise also. ആണോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെയായിരുന്നു എവിടെ വരെയാണ് നിർത്തിയത് പ്രിപോസിഷൻസ് ഏതായിരുന്നു On in ഇൻ ഓൺ ആൻഡ് അറ്റ് അല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്തു എക്സസൈസ് ചെയ്തു ആണോ yes, ma'am. Yes, ma'am. Next is since for Okay. next Today class. we are going to discuss about since and for and what's the difference between these two prepositions and the uses. Okay, the uses of these things, of these words. Okay. Then, just a second, please wait. Visible. Visible. കാണാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും മഴയുണ്ടോ അവിടെ Yes, ma'am. Yes, ma'am. അവിടേക്ക് മഴയുണ്ടോ താജിൽ എവിടെ താമസിക്കുന്നേ ഓക്കെ ഇല്ല അല്ലേ ഓക്കെ നമുക്ക് ഫോർ സെയിംസ് ആയിക്കോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ കുറച്ച് നോക്കി ഫോറിലെ സിക്സിന്റെ ഡിഫറൻസ് എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കുന്നത് ടു ഷോ ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ഇവിടെ ഇപ്പൊ ഇല്ല പക്ഷെ കുറച്ച് നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇല്ല പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് തുടങ്ങും then four things നമ്മൾ ഡിഫറൻസ് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു ഫസ്റ്റ് യൂസ് ഓഫ് സെൻസ് ഈസ് ടു ഷോ the starting point of time. Okay, which refers a specific time in the past. അതായത് പാസ്റ്റിൽ നടന്ന ഒരു ആക്ഷൻ സ്റ്റിൽ ഇറ്റ്സ് കണ്ടിന്യൂയിങ് അത് എപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു അത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് when it is started എപ്പോഴാണ് അത് സ്റ്റാർട്ട് ചെയ്തത് അത് എന്ന് ഉപയോഗിച്ച് പറയുന്നു സിൻസ് ഉപയോഗിക്കുന്നു okay to show a specific point of time in the past we use what the preposition since. We saw so many examples. Okay, we saw so many examples. I have been living in Pune since 2019. We have been friends since high school. She has been working as a nurse since last year. Can you give me examples? Can you make sentence by using since? Can you make sentence? Sarah has been sick since Friday. Friday മുതൽ അവൾ അസുഖമാണ്. Friday മുതൽ അവൾക്ക് അസുഖമാണ്. Has been sick. She has been since. ഉപയോഗിച്ച് പറയുന്നു. Sarah has been sick since Friday. Friday മുതൽ. Since last day. ഇന്നലെ മുതൽ. Since yesterday. ഇന്നലെ മുതൽ. കഴിഞ്ഞ ദിവസം മുതൽ. Okay. Since the morning. Morning മുതൽ. We can use a specific point of time, which shows the specific point of time in the past.
we use since ഉപയോഗിച്ച് പറയുന്നത്. എപ്പോഴും നമുക്കൊരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടാണ് നമ്മൾ സിൻസ് അല്ലെങ്കിൽ ഫോർ ഉപയോഗിച്ച് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ ആൻസർ പറയുമ്പോൾ ഹൗ ലോങ് ഹാവ് യു ബീൻ വർക്കിംഗ് ഹിയർ? എപ്പോ മുതലാണ് നീ ഇവിടെ വർക്ക് ചെയ്യുന്നത്? ഓക്കെ, ഹൗ ലോങ് ഹാവ് യു ബീൻ വർക്കിംഗ് ഹിയർ? ഹൗ ലോങ് ഹാവ് യു ബീൻ ലിവിംഗ് ഹിയർ? ഓക്കെ, ഹൗ ലോങ് ഹാവ് യു ബീൻ ലിവിംഗ് ഹിയർ? നീ എത്ര നാളായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്? Okay, we say that I have been living here since 2020. I have been living here since 2020. I have been living here for 4 years, last 4 years. Okay, this shows the time duration. For എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? This shows the time duration, length of time. Okay, since ഉപയോഗിക്കുന്നത് starting point of time, to show the starting point of time. Clear ആണോ? Clear ആണോ? മാമി എന്റെ PDF ഒന്നുമില്ല, ഞങ്ങക്ക് കിട്ടിയില്ലല്ലോ നോട്ട് ചെയ്തിട്ടും. ആണോ? ആ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ ഞാനിപ്പോ ഷെയർ ചെയ്തത്? ഇത് കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ ഞങ്ങളുടെ നോട്ടൊന്നും ഇല്ലല്ലോ. നിങ്ങൾക്ക് നോട്ട്സ് കിട്ടിയില്ലെന്നാണോ പറയുന്നേ? ആ, നോട്ട് PDF ആയിട്ട് ഞങ്ങൾ പ്രിന്റ് എടുക്കാനൊന്നും കിട്ടിയിട്ടില്ലല്ലോ. എന്ത് ഇംഗ്ലീഷ് നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ടല്ലോ നോട്ട്സ്? ഞാൻ 3rd മൊഡ്യൂളും 4th മൊഡ്യൂളും കിട്ടി, പക്ഷെ ഈ സിലബസിന്റെ കിട്ടിയിട്ടില്ല, ഇംഗ്ലീഷിന്റെ കിട്ടിയിട്ടില്ല. ഇംഗ്ലീഷ് നോട്ട്സ് സെൻഡ് ചെയ്യുന്നുണ്ട്. ഇതിന് എക്സാം ഒന്നുമില്ല, ജസ്റ്റ് ഐ ആം ഗിവിംഗ് ദ ബേസിക് ഗ്രാമർ. ഓക്കേ, ആണോ? അപ്പൊ ഇത് ഞങ്ങൾ എഴുതിയെടുത്താൽ മാത്രം മതിയോ? ആ, മതി മതി. താങ്ക് യു. ഓക്കേ, ഓക്കേ. The next one, since discuss ചെയ്തു. Children have been playing since afternoon. Afternoon മുതൽ, അതായത് ഉച്ച മുതൽ അവർ കളിക്കാൻ തുടങ്ങിയതാണ്. It's still continuing. The action is still continuing. Can you give me some examples for using since? Next sentence by using since to show the specific time, specific point of time in the past. That shop was starting since 1980. Okay, good. Then Sarah has been sick since Friday. Okay, Sarah has been sick since Friday. അവള് ഫ്രൈഡേ മുതൽ അവൾക്ക് അസുഖമാണ്. Okay, we have been friends since high school. We discussed it. Okay, since ഉപയോഗിച്ച് for a sentence. Okay, it's been raining heavily since last day, since last night. It's been raining heavily since last night. Okay, last day we can say that. Okay, to show the specific point of time when it is happened in the past. Still it is continuing. Okay, the next one, the other use of since is to show what a reason for something. A reason for something. Okay. എന്തെങ്കിലും ഒരു കാരണം കാണിക്കുന്നതിനും എന്ത് ഉപയോഗിച്ച് പറയുന്നു? സിൻസ് ഉപയോഗിക്കുന്നു. A reason for something. Since it was raining, we stayed indoors. Since it was raining, she is brilliant since her childhood. Yes, sir. Then, since it was raining ആയതുകൊണ്ടാണ് we stayed indoors. നമ്മൾ ഇൻഡോഴ്സിലായിരിക്കുന്നത്. That's the reason. അല്ലെ, ഇൻഡോഴ്സിലാകാനുള്ള കാരണമാണ് ഇവിടെ പറയുന്നത്. Since it was raining. Okay, since it was raining, we stayed indoors. Since we don't have time to cook, let's order some delivery. Okay, അതായത് അവർക്ക് കുക്ക് ചെയ്യാൻ സമയമില്ല, ഞങ്ങൾക്ക് കുക്ക് ചെയ്യാൻ സമയമില്ലാത്തത് കൊണ്ട് നമുക്ക് ഓർഡർ ചെയ്യാം. It shows some reason. Okay, reason for something we use since. Since ന്റെ വേറൊരു യൂസ് ആണ് നമ്മളിപ്പോ കണ്ടത്. Clear ആണോ? First one we discussed that since shows the specific time, 6 years. Yes. The next one, first one we discussed that to show a specific point in time we use since. The next one is to show some reason. Okay, to show a reason for something we use since. Since ഉപയോഗിച്ച് പറയുന്നു. Since you are thirsty, you can drink water.
Since you're thirsty, ആണെങ്കിൽ you can drink water. Yes, good. The next one is clear ആണോ? മനസ്സിലായോ? Clear? You understand? Yes, Yes ma'am. or no? Shajira, yes. What about others? Excuse me, give me the response, please. I'm asking. If you understand or not, you can reply me. Yes or no? Do you want more repetition? Yes. The next one is four. Four. It shows duration of time. And from this, okay, he's working in Dubai as well since 2015. Here, four. The use of four is to show the duration of time. Okay. അത് എത്ര കാലയളവ് നീണ്ടു നിന്നു അല്ലെങ്കിൽ എത്ര കാലയളവാണ് എത്ര സമയം അല്ലെ ചെയ്തു എന്നുള്ളത് ലെങ്ത് ഓഫ് ടൈം കാണിക്കുന്നതിന് എന്തുപയോഗിച്ച് പറയുന്നു? ഫോർ ഉപയോഗിക്കുന്നു. അതായത് സിൻസ് ഉപയോഗിച്ച് നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് പറഞ്ഞു. സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഇതുവരെ ഇറ്റ്സ് കണ്ടിന്യൂയിങ് പ്രോസസ്. ഐ ടോൾഡ് ഇറ്റ്സ് എ കണ്ടിന്യൂയിങ് ആക്ടിവിറ്റി. സോ എത്ര കാലയളവുണ്ട്, എത്ര കാലയളവ് എടുത്തു എന്ന് പറയാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഫോർ ഉപയോഗിച്ച് പറയുന്നത്. ഫോർ ഉപയോഗിച്ച് പറയുന്നത്. ഐ ഹാവ് ബീൻ ലിവിംഗ് ഇൻ പൂനെ ഫോർ ദ ലാസ്റ്റ് 5 years. അതായത് ഞാൻ അവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ അവിടെ താമസിക്കാൻ തുടങ്ങിയതാണ്. Still it's continuing. Actually, it's still continuing. We have been friends for 10 years. High school മുതൽ തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പ് ആണ്. Still it's continuing. It's continuing for 10 years. അതായത് 10 വർഷമായി ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ്. Okay, we have been friends for 10 years. Okay, കാലയളവ് കാണിക്കുന്നതിന് ഫോർ ഉപയോഗിക്കുന്നു. Length of time. It shows the length of time. Clear? For 10 days, for a long time. Yes, ma'am. Okay, yes, sir. For a long time, for the last 2 days. It's been raining for the last 2 days. കഴിഞ്ഞ 2 ദിവസങ്ങളായി നല്ല മഴയാണ്. It's been raining heavily for the last 2 days. Again, for 3 hours. You can say that hours, years, days. For over a week. You can say that. ഒരാഴ്ചയിൽ കൂടുതലായി. Okay. I have been suffering from fever for the last 3 days. I have been suffering from fever. I have been suffering from fever for the last 3 days. കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് എനിക്ക് പനിയാണ്. ഞാൻ പനിയായിട്ട് വിഷമിക്കുന്നു. Okay. You can say that. Since morning. Okay. Children have been playing since afternoon. ഉച്ച കഴിഞ്ഞപ്പോൾ തുടങ്ങിയ കുട്ടികൾ കളിക്കാൻ തുടങ്ങിയതാണ്. Still continuing. കളിച്ചുകൊണ്ടിരിക്കുന്നു. Okay. Children have been playing since afternoon. Since ആണല്ലോ അത് ഉപയോഗിച്ചത്. Since afternoon. Okay. For a long time. They have been playing for a long time. കുറെ സമയമായിട്ട് അവര് കളിക്കാൻ തുടങ്ങിയിട്ട്. You can say that. Then I have been studying English for 2 months. For 2 months. I have been studying spoken English for 2 months. 2 മാസമായി ഞാൻ പഠിക്കാൻ തുടങ്ങിയിട്ട്. We have been waiting for a bus for over an hour. For over an hour. 1 മണിക്കൂറിൽ കൂടുതലായി ഞങ്ങൾ ബസ് കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്. For over an hour. We have been waiting for a bus for over an hour. Okay, clear ആണോ? Clear? Yes, ma'am. Okay. The next one is the other use of for is what? Purpose. To show some purpose of something. എന്തിനെങ്കിലും ഒരു purpose. അതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? അതിന്റെ ഉദ്ദേശം എന്താണ്? അല്ലെ? പർപ്പസ് കാണിക്കുന്നതിന് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ഫോർ ഉപയോഗിച്ച് പറയുന്നു. Okay, this glass is for drinking water. This glass is for drinking water. The pen is for writing. The pen is used for writing. Okay, the playground is for playing.
ഓക്കെ, എന്തിന്റെയെങ്കിലും ഒരു പർപ്പസ് അതെന്താണെന്ന് കാണിക്കുന്നതിനും എക്സ്പ്രസ് ചെയ്യാനും എന്തുപയോഗിച്ച് പറയുന്നു? ഫോർ ഉപയോഗിച്ച് പറയുന്നു. ഓക്കെ, ഫോർ ഉപയോഗിച്ച് പറയുന്നത്. പെൻ ഈസ് ഫോർ റൈറ്റിംഗ്. ക്ലിയർ ആണോ? Yes, ma'am. The next one is for intended recipient. നമ്മൾ ഉദ്ദേശിച്ച ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെ, നമ്മളൊരു ഐ എം ഹാപ്പി ഫോർ യു, ഞാൻ എനിക്ക് വളരെ സന്തോഷമായി. ഐ എം വെരി പ്രൗഡ്, ഐ ഫീൽ വെരി പ്രൗഡ് ഫോർ യു. Then this gift is for you. He made this cake for you. നിനക്ക് വേണ്ടിയാണ് ഇത് ഞാൻ ചെയ്തത്. ഐ എം വെയിറ്റിംഗ് ഫോർ യു, ഞാൻ നിനക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു. ഐ എം വെയിറ്റിംഗ് ഫോർ യു. Okay, this gift is for you. I bought this gift for you. ഞാൻ നിനക്ക് വേണ്ടി മേടിച്ചതാണ്. നമ്മൾ ഉദ്ദേശിച്ച ഒരാളാണ്, ഇന്റൻഡഡ് റെസിപ്പിയന്റ് ആണെങ്കിൽ അല്ലെ, ഇന്റൻഡഡ് റെസിപ്പിയന്റ് ആണെങ്കിലും നമ്മൾ ഫോർ ഉപയോഗിച്ച് പറയുന്നു. ക്ലിയർ ആണ്? ദിസ് ഗിഫ്റ്റ് ഈസ് ഫോർ യു. ഐ ബോട്ട് ദിസ് ഫോർ യു. ഞാൻ നിനക്ക് വേണ്ടി മേടിച്ചതാണ്. ഓക്കെ, ഇത് ഈസ് ഫോർ യു. ഓക്കെ, ക്ലിയർ ആണോ? ഫോർ ഇന്റൻഡഡ് റെസിപ്പിയന്റ് ഓൾസോ വി യൂസ് ഫോർ. First, we discussed that for it shows the duration of time, the length of time, കാലയളവ്, എത്ര നാളായി, എത്ര സമയമായി, എത്ര കാലമായി നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് കാണിക്കുന്നതിന് എക്സ്പ്രസ് ചെയ്യുന്നതിന് എന്തുപയോഗിച്ച് പറയുന്നു? ഫോർ ഉപയോഗിച്ച് പറയുന്നു. I am working in this institution. I am working in this institution for 4 years. For the last 4 years. കഴിഞ്ഞ 4 വർഷമായി. Okay, we can use that. For we can use for. The next one is to show some purpose. Okay, purpose of something. We use what for. Okay, this pen is for writing. Okay, the chair is for sitting. Okay, whatever it is, we can use that. The next one is for intended recipient also we can use. We can use for. Okay, for intended recipient. നമ്മൾ ഉദ്ദേശിച്ച ഒരാളാണെങ്കിൽ അല്ലെ, നമ്മൾ ഒരാളെ ആണ്, അതിനു വേണ്ടിയിട്ടാണ്, അയാൾക്ക് വേണ്ടിയിട്ടാണ്. We use for. I made this cake for you. This is for you. Okay, we use that. We use the preposition for. Clear line? Yes, ma'am. Clear? Then make a sentence. Make a sentence using this. Make a sentence. Try. You can speak also. You can speak also. By using since and for, you can make sentence. The next one is ago. It's a word, okay, to show the time. It's a word used to show the time. Time ഉപയോഗിക്കുന്ന, ടൈം സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു വേറൊരു വേർഡാണ് ago. എത്ര സമയത്തിനും അല്ലെ, എത്ര സമയമായി, 10 years ago, 10 വർഷമായി. Few minutes ago, കുറച്ച് minutes ആയി, few minutes ago. Okay, you can use that. How far back in the past an action happened. എത്ര നാൾക്ക് മുൻപാണ് ഒരു ആക്ഷൻ നടന്നത് എന്നറിയിക്കുവാൻ, എന്ന് എക്സ്പ്രസ് ചെയ്യുവാൻ വേണ്ടി ഈ വേർഡ് നമ്മൾ ഉപയോഗിക്കുന്നു. How far back in the past an action happened. Used after an amount of time. ഒരു amount of time ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന വേർഡാണ് ago. Okay, ago comes at the end of a sentence. അല്ലെ, സെന്റൻസിന് ഏറ്റവും അവസാനമാണ് ഈ വേർഡ് വരുന്നത്. Comes, yes. I talked to him a few minutes ago. I talked to him a few minutes ago. കുറച്ച് മിനിറ്റ്സിന് മുമ്പാണ് ഞാൻ സംസാരിച്ചത്. He sent the letter 3 days ago. He sent the letter 3 days ago. Then I started learning English 4 months ago. 4 മാസങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയത്. I started learning English 4 months ago. Then ago, to show how far back it happened. To show the time, how far back in the past an action happened. That's the meaning of ago. Then I ate lunch. കഴിച്ചിട്ട് about an hour ago. ഒരു മണിക്കൂർ മുമ്പാണ് ഞാൻ ഭക്ഷണം കഴിച്ചത്, ലഞ്ച് കഴിച്ചത്. I ate lunch. I ate lunch. I had lunch. I had lunch about an hour ago. I had lunch about an hour ago.
I had lunch about an hour ago. They left 10 minutes ago. 10 മിനിറ്റ് മുമ്പാണ് അവർ ഇവിടുന്ന് പോയത്. They left from here 10 minutes ago. They left from here 10 minutes ago. Clear ആണോ? Ago is a word. Yes, ma'am. Used to refer time സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന word ആണ്. Okay. Then we discussed in today's class for since and ago. Since means first we discussed that to show the starting point of time when it is started. Then next one, another use of since is to show some reason for something. എന്തെങ്കിലും ഒരു കാരണം കാണിക്കുന്നതിന് നമ്മൾ since ഉപയോഗിച്ച് പറഞ്ഞു. Then next we discussed the use of for. For which shows the duration of time. കാലയളവ്. Which shows the duration of time. Okay, then next one is to show the purpose of something, some object we use for. The next one is for intended recipient also. അതായത് നമ്മളെ ഉദ്ദേശിച്ച ഒരു വ്യക്തിക്ക് വേണ്ടിയാണെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു? For ഉപയോഗിച്ച് പറയുന്നു. Ago we discussed that to show an amount of time which comes at the end of a sentence. Okay, മുമ്പ് എത്ര നാൾക്ക് മുൻപാണ് സംഭവിച്ചത് കാണിക്കുവാൻ നമ്മൾ ago ഉപയോഗിക്കുന്നു. And after that we'll do one simple exercise. It's just a second. Just a second, wait. Can you see? Can you see? Yes, ma'am. Yes, ma'am. Okay, it's a simple exercise, you can do it. And I read. I bought tickets a few days dash Ago. ago. I bought tickets a few days ago. Very good. He has been the dash 2020. Since 2020. Since 2020. Since, very good, very good. Since 2020. Yes. Only one is replying by. You can text also. If you don't want to say, you can text me the answer. Okay? I'll do that. All of the. Yes, ma'am. Yes, ma'am. Only someone replying. I don't know what's the matter. All are angry with me, that's why. He has lived in Delhi dash 2 years. For He has 2 years. For 2 years. yes. Neha, what's the answer? For 2 years. Yes, sir. He has lived in Delhi for 2 years. Very good. He has lived in Delhi for 2 years. Next one is my brother went to Sweden 2 years Ago. 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 My brother went to Sweden 2 years ago. She has been working there dash For- 3 hours. For 3 hours. Yes, for 3 hours. Yes, good. She has been working there for 3 hours. She started working 3 hours Ago. ago. The next one, she has been there dash 2 p.m. For 2 p.m. For 2 For 2 p.m. 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 It's right. Since 2 p.m. Fine for 2 p.m. From 2 p.m. She has Since been 2 there p.m. since 2 p.m. Yes, good. Since. നമ്മൾ ഫോർ സിൻസ് ഒക്കെ അല്ലേ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. Since 2 p.m. Since 2 മണി മുതൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയതാണ്. She has been there since 2 p.m. It's continuing. Then I met her 20 years Ago. Ago. I met her 20 years ago. I have known Raj dash I was in London. Since I I was have
Since I Sen- was in London. Since I was in London. Yes, good. I have known Raj since I was in London. Then I have known her dash a long time. For a For a go. For a long For a time. long time. For a long time. I have known her for a long time. Yes, exactly. Yes. I think it's good. You did well. Thank you. And next, we are going to discuss about what's the use of over and above. What's the use of over and above? Can you say ഓവർ കഴിഞ്ഞു കഴിഞ്ഞു. Above. അപ്പൊ മുകളിൽ on okay? Over means first time you are saying something. Next കഴിഞ്ഞു time, കഴിഞ്ഞു It's കഴിഞ്ഞു o- കഴിഞ്ഞു അങ്ങനെ. over കഴിഞ്ഞു. Time is over എന്നൊക്കെ പറയല്ലോ നമ്മൾ കഴിഞ്ഞു. അതല്ലാണ് what's the difference between over and above? നമ്മൾ ഓവറും എബവും ഏകദേശം ഒരേപോലെയൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലേ അല്ലെ? അതെപ്പോഴൊക്കെയാണ്? വാട്ട്സ് യൂസ് ഓഫ് ഓവർ? ടൈം ഈസ് ഓവർ എന്നൊക്കെ പറയുമ്പോൾ കഴിഞ്ഞു പോയി, കഴിഞ്ഞു. ടൈം ഈസ് ഓവർ, കഴിഞ്ഞു. You can say that. Then I'm asking another meaning, another use of over. കൂടുതൽ ഓവർ Yes, good. Over കൂടുതൽ എന്ന് പറയാം അല്ലെ? Over the age അല്ലെ? You are over. It is over. If it is more than a number, age അല്ലെ? Over പറയാം. It's good. Very good, very good. Then it's good, I think. She said that time is over. We say that. The next one she says, if it is more than a number, a certain number or age or whatever it is, we can use over. The next use. The next use of over. If you are saying the birds are flying over the trees, what's the meaning of that? The birds are flying over the trees. മുകളിൽ. അപ്പൊ വലിയ മരം. അപ്പൊ മീനിങ് അപ്പൊ Yes. മുകളിൽ മേലെ. മേലെ മീതെ പറക്കുന്നു എന്നൊക്കെ പറയൂ അല്ലെ? അപ്പൊ ഒരു മൂവ്മെന്റിനെ പറയാൻ പറ്റുമോ അല്ലെ? എ മൂവ്മെന്റ് ആണത്. അതൊരു മൂവ്മെന്റ് അല്ലേ? അല്ലെ? ഒരു മൂവ്മെന്റിനെ നമുക്ക് ഓവർ എന്ന് പറയാമോ? The plane. The bird flying over the sky. Yes, the bird is flying over the sky, over the clouds. Okay, the plane is flying over the clouds. But then we can say, if it is a movement, we can say over. നമുക്കൊരു മൂവ്മെന്റിനെ നമുക്ക് ഓവർ എന്ന് ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ 3 യൂസ് കണ്ടപ്പോ ഫസ്റ്റ് we see that കഴിയുക എന്നുള്ളൊരു മീനിങ്ങില് ഓവർ ഉപയോഗിച്ചു. Then the second use of over is if it is more than a certain number, a specific number or age, we can use over. The next one we discuss that if it is a movement, അതായത് ഒരു മൂവ്മെന്റ് ആണ്. The birds are flying over the trees, over the clouds. Okay, അതിന് മീതെ പറക്കുന്നു. Okay, we can say that. Then otherwise, if it is directly above use, if it is directly on top of something, we can use over. Is it? Directly on top of something, it has a contact. അതായത് ഒരു കോണ്ടാക്ട് ഉണ്ട്. നേരെ മുകളിലാണെങ്കിലും നമുക്ക് ഓവർ പറയാം. ഒരു കവറിങ് അല്ലെ? നേരെ മുകളിലാണെങ്കിൽ നമുക്ക് ഓവർ പറയാം. ഓക്കെ, മൂവ്മെന്റ് ആണെങ്കിൽ ഓവർ പറയാം. Then next one is if it is directly on top of something, we can use over. Then what's the use of above? എന്താണ് above? What's the use of above? മുകളിൽ. ഓവർ മുകളിലാണ്, above മുകളിലാണ്. What's the difference between? മുകളിൽ എന്നുള്ളതിനുള്ള ഒരു ഡിഫറൻസ് എന്താണ്? Can you give me? Over means directly top of something, directly on top of something. Okay, it has a contact between these two objects. ഒരു കോണ്ടാക്ട് ഉണ്ടാകും, ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടാകാം ഇവ തമ്മിൽ. പക്ഷേ
When we speak about above means at a higher level, at a higher position. Something is at a higher level or higher position, we can say. But there is no direct contact. നേരെ മുകളിൽ വരണമെന്നില്ല. അല്ലേ? Distant ആകാം. അല്ലേ? Okay? Clear ആണ്. എന്ത് പറയാൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഒന്നുകൂടി ക്ലിയർ ആയിട്ട്. Okay? Yes, ma'am. നോക്കാം ട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് നോക്കാം. ജസ്റ്റ് ഐ എം ബിഗിനിങ്. ഓവർ മീൻസ് ഡയറക്ട്ലി ഓൺ ടോപ്പ് ഓഫ് സംതിങ്. അതായത് എന്തിനെങ്കിലും മുകളിൽ നേരെ വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് എ കോണ്ടാക്ട് ഇൻ ബിറ്റ്വീൻ. അതായത് അവർക്ക് തമ്മിലൊരു കോണ്ടാക്ട് ഉണ്ട്, ഒരു ഡയറക്റ്റ് അല്ലെ, ഡയറക്റ്റ് ഒരു കോണ്ടാക്ട് ഉണ്ട്. സോ വി യൂസ് വേർഡ് ഓവർ ഉപയോഗിച്ച് പറയുന്നത്. പ്ലെയിൻ ഫ്ലൂ ഓവർ ദ സിറ്റി. സിറ്റിയുടെ നേരെ മുകളിൽ വന്നു. ദ പ്ലെയിൻ ഫ്ലൂ ഓവർ ദ city. പറന്നു. The plane flew over the city. We can use what over ഉപയോഗിച്ച് പറയുന്നു. Over ഉപയോഗിക്കാം. The next one, over. We can use over for covering. നമ്മൾ പറഞ്ഞില്ല അല്ലെ, over ഉപയോഗിച്ച് പറയുന്നു. Covering-നും എന്ത് പറയാം? Over ഉപയോഗിക്കാം. അതായത് he held an umbrella over his head. He held an is a covering. അല്ലേ? ഒരു umbrella കൊട നമ്മൾ പിടിക്കുമ്പോ അതായത് നമ്മൾ കവർ ചെയ്ത് നിൽക്കുന്നുണ്ട് അല്ലെ, ഓൺ ദ ടോപ്പ് ഓഫ് അല്ലെ അസ്. ഓക്കെ, he held an umbrella over his head. ഹെഡിന് ചുറ്റും കവർ ചെയ്ത് നിൽക്കുന്നു. We can use what? Over. Over ഉപയോഗിച്ച് പറയാം. He had mud all over his face. അവന് മുഖത്തിന് ചുറ്റും കവർ ചെയ്യുന്നു അല്ലെ, മഡ് അല്ലെ, ചെളി പുരണ്ടിരിക്കുന്നു. We can use that over his face. Over his face we can use. Okay, then she put a shawl over her shoulders. You can use that. Over her shoulders. She put a shawl over her shoulders. Okay, the boy put a blanket over his head. Head is with a blanket ittu. Blanket ittu. The boy put a blanket over his head. You can use that. It's a covering. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തു on top of something. It's directly on top of something. നേരെ മുകളിൽ വരുമ്പോൾ നമുക്ക് എന്ത് പറയാം? It has a contact. ചെറുതായിട്ട് അപ്പൊ തമ്മിൽ ഒരു കോണ്ടാക്ട് ഉണ്ട്, ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടാകാം, അടുത്തിരിക്കുന്നതായിരിക്കാം, ടച്ച് ചെയ്യുന്നതായിരിക്കാം. We can use that over. Preposition over ഉപയോഗിച്ച് പറയുന്നു. In the next use we see that it could be a covering. ഒരു കവറിംഗ് ആകാം അല്ലെ, ഒരു കവർ ചെയ്തിരിക്കുന്നതിന്. The boy held an umbrella over his head. ഹെഡിന് അല്ലെ കവർ ചെയ്യുന്നതാണ് umbrella പിടിക്കുന്നത്. We can use the preposition over. Over ഉപയോഗിച്ച് പറയുന്നു. The next one, he had mud all over his face. അവന്റെ അല്ലെ മഡാണ്, മുഖത്തിന് ചുറ്റും മഡാണ്, ചെടിയാണ്. Over ഉപയോഗിച്ച് പറയുന്നത്. What else? Can give me some examples. Make it right. Make it right. Excuse me. Say. She put a blanket over her head. She put a blanket over her head. Then it can be a movement. It can be a movement. She jumped over the gate. Okay, it can be a movement at a higher level across something. അതായത് എന്തിന്റെയെങ്കിലും കുറുകെയുള്ള ഒരു മൂവ്മെന്റ് ആകാം. The birds fly over the trees. The birds fly over the clouds, or the plane fly over the clouds. You can say that the plane fly. Okay, the plane
is flying over the clouds. എന്തിനെങ്കിലും കുറുകിയുള്ള ഒരു ചലനം, ഒരു മൂവ്മെന്റ് ആകാം. We can use that. We can use the preposition over. Over ഉപയോഗിച്ച് പറയുന്നു. The green bird flew over the tree. Yes, good. Yes, good. She jumped over the gate. She jumped over the gate. The plane flew over the clouds. Clouds ine കുറുകെ. അല്ലേ? Clouds ന് മീതെ പറന്നു. The plane flew over the clouds. Then the next use of vehicles going over the bridge is good. Yes, good. Very good. The next one is over. The other use of over is to specify. We told it later. We told it before. We discussed it. More than a number or age, we can use over. Okay. More than a number. If it is more than a certain number, age, amount, we can use the preposition over. The population is over a million. ഒരു million കഴിഞ്ഞു. The population is over a million. Okay. There were over 100 people at the party last night. There were over 100 people at the party last night. അതിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു. അല്ലെ, അതിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു. If it is more than a certain number, age, amount, whatever it is, we can use the preposition over. Clear or no? Yes. His age is over 70. Okay, his age is over 70. Very good. Clear or no? So, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. If something is on top of, അല്ലെ, directly on top of something. Okay, on directly generally means directly on top of something. എന്തിനെങ്കിലും നേരെ മുകളിലാണ്. It has a contact between these two objects. ഇവ തമ്മിൽ ഒരു കോണ്ടാക്ട് ഉണ്ടായിരിക്കണം. Directly on top of something. Okay, we can use the preposition over. Then we discuss that for a covering. It could be a covering. ഒരു covering ആയിരിക്കാം. The boy held an umbrella over his head. That's the best example. The boy held an umbrella over his head. It's a covering. It could be a movement. The birds fly over the trees. The vehicles are over the bridge. The vehicles are going over the bridge. Yes. Then next one is, if it is a movement, we can use the plane flew over the clouds. Clouds in a kurigi. Alle clouds in a meete. Not a meaning it. Over. We can use over for more than a number. In certain number, age or amount, whatever it is, we can use over the preposition over. The population is over a million. The population is over a million. There were over 100 people at the party last night. You need to be over the age of 18 to get a driver's license. To get a driver's license. Yes, very good, very good. The lady put a hijab over her face. Yes, over his head. Yes, good. She was, how many examples here waiting? Yes, good. She was wearing a jacket. Okay, she is wearing a jacket over the body. Yes, good. Children flew the kite over the sky. Yes, very good. Then we can put a clean cloth over the cakes. Cakes in a മുകളിൽ ഒരു clean cloth ഇടൂ. Put a clean cloth over the cakes. I put a shawl over my shoulders. I put a shawl over my shoulders. The boy put a blanket over his head. Put a blanket over his head. Okay, it's a covering. We can use that. The next one, more than a number or age, we can use what? Over. We can use over. It's over 3 kilometers from here.
It's over 3 kilometers from here. ഇവിടെ നിന്ന് 3 kilometers കൂടുതലുണ്ട്. It's over 3 kilometers over from, sorry, it's over 3 kilometers from here. It's over 3 kilometers from here. Children over the age of 12 pay the full price. Children over the age of 12. 12 ന് മുകളിലുള്ള കുട്ടികൾ. Children over the age of 12 pay the full price. Full price കൊടുക്കണം. Pay the full price. Children over the age of 12 pay the full price. There were over 1,000 people at the demonstration. There were over കൂടുതൽ number ആളുകൾ ഉണ്ടായിരുന്നു. കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു. There were over 1,000 people at the demonstration. There were over 1,000 people at the demonstration. They have read over 100 books this year. 100 books, over 100 books. Yes, good. The sun is over the mountains. Yes, good. Yes. They have read over 100 books this year. Over. If it is more than a certain number, each we can use the preposition over. And again, another use of over lakhs of people for the rally. Yes, good. Very good. The next one, the other use of over is to denote an event, during an event. It is happening during an event. To refer that, we can use over. അതായത് ഒരു ഈവെന്റിൽ ആ സമയത്താണ് അത് നടക്കുന്നത്. A blanket over that. Yes. Then we will discuss it over lunch. Okay. During that event, it's going on. Okay, അത് നടന്നത് ആ സമയത്താണ്, അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് ചെയ്യാം. We will discuss it over lunch. We will discuss it over lunch. Lunch time നമുക്കത് ഡിസ്കസ് ചെയ്യാം. We had a long discussion over coffee. We had a long discussion over coffee. Okay, clear ആണോ? We had a long discussion over coffee. During an event also, we can use over. നേരത്തെ പറഞ്ഞത് over ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. First one we discussed that directly on top of something we can use over. Directly, അതായത് നേരെ മുകളിൽ വരുമ്പോൾ it has a contact. അപ്പൊ നമ്മളൊരു കോണ്ടാക്ട് ഉണ്ടായിരിക്കും, നേരെ മുകളിലാണ് വരുന്നത്, അപ്പൊ നമുക്ക് ഓവർ ഉപയോഗിക്കാം. Next one, it could be a covering. If it is a covering, ഒരു covering ആണെങ്കിൽ suppose held an umbrella over his head. Okay. The next one, if it is a movement, ഒരു movement ആണ്. Yes, good. The next one, if it is a movement, we can use over. Then we use that. If it is more than a certain number age, then what amount we can use over. Over ഉപയോഗിച്ച് പറയാം. അതായത് കൂടുതൽ നമ്പർ, അത് ആ നമ്പറിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് ഓവർ ഉപയോഗിച്ച് പറയാം. Then next one is you need to be over the age of 18 to get a driver's license. നിങ്ങൾക്ക് 18 plus ആയിരിക്കണം ഒരു ഡ്രൈവേഴ്സ് ലൈസൻസ് കിട്ടുവാൻ. You need to be over the age of 18. Over the age of 18 to get a driver's license. Clear ആണോ? The next one we discussed that during an event we use the preposition over. അതായത് ഒരു ഇവന്റിൽ ആ ഇടയിലാണ് ആ കാര്യം നടക്കുന്നത്. Is overweight than this man. Yes. Then over during an event. Yes. We had a long discussion over coffee. We will discuss it over lunch. Okay, that's it. Okay, is it clear? You understand? The use of over we discussed. The next one, above. When we use above. Above എപ്പോഴാണ് നമുക്ക് ഉപയോഗിക്കുന്നത്? Above എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? At a higher level. There is no contact in between. അവ തമ്മിൽ ടച്ച് ചെയ്യണമെന്നില്ല, അവർ തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്ട്, ഡയറക്റ്റ് ടോപ്പിലാവണമെന്നൊന്നും നിർബന്ധമില്ല, അല്ലേ? മറ്റേ ഹയർ ലെവൽ, വെരി ഗുഡ്, എവിടെ വേണമെങ്കിലും ആവാം. ഓക്കെ, എവിടെ വേണമെങ്കിലും ആവാം. At a higher level, it means that. Above means it means at a higher level, higher position.
No direct contact in between. മനസ്സിലാവുന്നുണ്ടോ? There is a shelf above my table. Yes. Very good. Stars are twinkling above the sky. Then there is a shelf above my table. We can use, sometimes we can use interchangeably. Okay, രണ്ടും മാറി മാറി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. Okay, just we are discussing the uses. Okay, there is a shelf above my table. Table മുകളിലാണ് അല്ലെ, above my table, shelf. At a higher level it means. It means at a higher level. Okay, she's rented a room above the shop. Yes, she's living above the shop. You can say that. Let's say his scores are above average. Average is കൂടുതലാണ്. His scores, his performance is above average. His performance is above average. Average നെക്കാട്ടി മുകളിലാണ്. Okay, at a higher level, higher position please. At a higher position. Clear ആണോ? The clouds above us look like flowers. The clouds above us look like flowers. The clouds above us look like flowers. There is a mirror above the sink. There is a mirror above the sink. Thinking about it, but a mirror on at a higher level it means. At the there is no need to be direct contact in between these two objects. He's walking above. He's walking. Okay. Then next one is it clear? Next one, another use of above to show superiority is above. The officer is above. Okay, the officer above me to show some superiority, some seniority. We can use above. We can use above to show the superiority. The officer above me is very strict. The officer above me is very strict. എനിക്ക് മുകളിലുള്ള officer വളരെ strict ആണ്. The officer above me is very strict. You can say that. This shows a superiority. അവൻ എൻ്റെ മുകളിലുള്ള ആളാണ്, അല്ലേ? To show some superiority, we can use seniority, whatever it is, we can use what? The preposition above. We can use above. Okay, above ഉപയോഗിച്ച് ഒരു higher level അല്ലെങ്കിൽ higher പൊസിഷനിലുള്ള ഒരു കാര്യം okay പറയുന്നതിന് നമ്മൾ above ഉപയോഗിച്ചു. The next one, to show the superiority also we can use above. To show the superiority also we can use above. Clear? Clear ആണോ? Clear? Yes or no? The next one, what's the difference between under? Under, അടിയിൽ അല്ലേ? അടിയിൽ ഇതാണ് നമ്മൾ പറയുന്നത്. Just opposite to over we can use under. Just opposite to over, the use of over. Just opposite to that we can use under. Under means what? Directly beneath of something. Directly beneath. Over means directly on top of something, it has a contact. Likewise, we can use just opposite to over. Under the table, directly beneath. The cat is under the chair. The cat is under the chair. The dog is under the car. Okay, under the car. The dog is under the table. We can say that directly beneath. Directly beneath. താഴെയാണ്, നേരെ താഴെയാണെങ്കിൽ it has a contact in between. അവ തമ്മിലൊരു direct contact ഉണ്ട്. താഴെ over നമ്മൾ ഡിസ്കസ് ചെയ്തു നേരത്തെ. അതേപോലെ തന്നെയാണ് under ഉപയോഗിക്കുന്നത്. Directly beneath of something. The cow is under the tree. We are sitting under the tree.
We are sitting under the tree. Okay, you can use that. Under the tree. Then, you can give me the example. Next sentence by using under. Directly beneath of something we can use under. How is under the tree? The cat is under the chair. The cat is under the chair. The cat is under the chair. The wreck of the Titanic. The wreck, W-R-E-C-K, wreck of the Titanic still remains under the sea. Okay, the wreck of the Titanic still remains under the sea. Sea അടിയിൽ ഇപ്പോഴും ഉണ്ടല്ലോ അതിന്റെ അവശിഷ്ടങ്ങൾ. Wreck of the Titanic still remains under the sea. Under the sea. Okay, under, to show something is directly beneath. Directly നേരെ അടിയിലാണെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? Under ഉപയോഗിച്ച് പറയാം. Under ഉപയോഗിച്ച് പറയാം. The next use of under is less than a certain number. If it is less than a certain number, we can use what? Under. Under the age of 10. She is under the age of 10. Again. She is under the age of 10. We need under 100 people for the boat to float. Okay. We need 100 under 100 people. We need under 100 people for the boat to float. For the boat to float. All the children were under the age of 10. All the children under the age of 10 were under the age of 10. I don't know. All the children were under the age of 10. Okay, if it is less than a certain number, amount or age, we can use under. First we discussed that directly beneath of something we can use under. It has a contact in between. The next one we discussed that if it is less than a certain number, amount or age, we can use under. Under ഉപയോഗിച്ച് പറയാം. The next one is under means to show lower status. Lower status കാണിക്കുന്നതിനും under ഉപയോഗിക്കും. Lower status. Okay. അവൻ താഴെയാണെന്ന് കാണിക്കും. He was under the new management. Under. താഴെയാണ്. He was under. കീഴിലാണ് എന്ന് പറയുവാനും നമുക്ക് to show some status. Lower status also we can use under. The next one is the other use of under to show some state or condition. We can use under. എന്തെങ്കിലും ഒരു കണ്ടീഷൻ ആണോ ഒരു സ്റ്റേറ്റ് ആണോ കാണിക്കുന്നതെങ്കിൽ എക്സ്പ്രസ് ചെയ്യാനാണെങ്കിലും നമുക്ക് under ഉപയോഗിച്ച് പറയാം. He was under a lot of pressure. He was undergoing a lot of pressure, lot of strain, lot of struggles, problems. He was under the influence of painkillers. He was under the influence of painkillers. Okay, we can use that to denote a state or a condition. We can use what? We can use the preposition under. First we discussed that if it is a less than a certain number, we can use under. The next one to show some lower status, we can use under. The next one is state, specify some state or condition, we use under. Okay, the next one is below. What's the difference between? What's the difference? Below, at a lower level. We discussed before, above, just opposite to that. At a lower level. It could be somewhere at lower level. No direct contact in between. No direct contact in between. The temperature dropped below freezing point. The temperature dropped below freezing point. Yes, at a lower level is good. അതായത് നേരെ താഴെയാണെന്ന് നമുക്കില്ല. It could be anywhere. എവിടെയാണെങ്കിലും അല്ലെ താഴെ എന്നുള്ളൊരു മീനിങ്ങിലാണ്. Okay. The temperature dropped below freezing point. Their scores are below average. Below average in the Their scores are below average. Below. At a
lowest level, which means a lower level. Clear ആണോ? He dived below the surface of the water. He dived below, at the surface of the water. He dived below the surface of the water. Sorry. He dived below the surface of the water. He dived below the surface of the water. There is no direct contact. Without a direct contact, at a lower level it means. The next one is below standard. To show some standard, also we can use below. To show some standard. It's below a certain standard. Means what? It's not up to the standard what we think. അതായത് നമ്മൾ വിചാരിക്കുന്ന അത്ര സ്റ്റാൻഡേർഡ് ഇല്ല അതിന്. It's below a certain standard. Okay, അതിന് നമ്മൾ below ഉപയോഗിച്ച് പറയും. It's below. താഴെയാണ്. It's below a certain standard. Then sometimes we use that. Okay, read the passage given below. Okay, it is given down. Read the passage given below. It's listed. It is listed down. Okay, these are the uses of under and below. Under and below. Clear or not? Do you understand? What's the different uses of these prepositions? Do you understand? Yes, cholesterol is below 80. Yes, yes, below. താഴെയാണ്. At a lower level it means. Clear? Understand? I think it's the time we reached to wind up this session. Okay, thank you. Thank you so much. Thank you, ma'am. Thank you, ma'am. Be there for your teacher, next teacher. So, thank you.